ബ്രില്യന്റിന്റെ വിജയക്കുതിപ്പിൽ തന്റേതായ സംഭാവന നൽകിയ അധ്യാപകൻ, രസതന്ത്രത്തിന്റെ രസങ്ങളെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭനായ അധ്യാപകൻ അരുൺ മോഹൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം. താങ്ക് യു. സാർ, ഇവിടെ ബ്രില്യന്റിൽ എത്തിച്ചേർന്നിട്ട് സാർ ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായി എന്ന് നമുക്കറിയാം. അപ്പം സാർ എങ്ങനെയായിരുന്നു ബ്രില്യന്റിലേക്ക് എത്തിച്ചേർന്നത്? അതായത് ഞാൻ 2010 MSc കംപ്ലീറ്റ് ആയി. MSc കംപ്ലീറ്റ് ആയതിനു ശേഷം അതിനുശേഷം ഒരു BEdലേക്ക് ജോയിൻ ചെയ്യുന്നതിന് കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ എന്നോട് തൊട്ടടുത്തൊരു അൺഎയ്ഡഡ് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അൺഎയ്ഡഡ് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഡിഗ്രി ആ സമയത്തൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഒരു ചെറിയ സ്കൂളിലേക്കൊന്ന് പഠിപ്പിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ കയറിയപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമായി. അപ്പോൾ അവിടുത്തെ കെമിസ്ട്രി ടീച്ചർ പോയിട്ട് കുറച്ച് കാലത്തെ വേക്കൻസിക്ക് വേണ്ടി ഞാൻ ചെന്നായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര കാര്യം. അപ്പോൾ സാറേ, ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിക്കേണ്ടത്, ഇത്ര നാൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ വന്നു. അപ്പോൾ അത് പഠിപ്പിച്ച് അവരുടെ ആ ഒരു ഇയർ തീരാറായപ്പോഴത്തേനും എനിക്ക് BEdന് അഡ്മിഷൻ കിട്ടി. പിന്നെ എനിക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ പ്രിൻസിപ്പളിനെ കണ്ടപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, സാറേ, BEd കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ വേറെ ഒന്നും പോകരുത്, ഇവിടെ തന്നെ വരണം, കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് സാറിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ മടങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തു. BEd കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ടീച്ചറിനെ വിളിച്ചു. സാറിന് പഴയ പോലെയല്ല, കുറച്ചുകൂടെ സാലറി ഒക്കെ കൂടുതൽ തരാം എന്ന് ആദ്യം ഒരു വാഗ്ദാനം പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് തന്നെ അങ്ങനെ ഡിമാൻഡ്. അപ്പം മനസ്സിലായി നമുക്ക് എന്തോ ഒരു കുറച്ച് ഡിമാൻഡ് ഉണ്ട് എന്ന് എന്തോ ഒരു തോന്നൽ മനസ്സിൽ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് തന്നെ ചെന്നു. അപ്പൊ അങ്ങനെ ചെന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം അവിടെ പഠിപ്പിച്ചു. ആ സമയത്ത് പിന്നെ MEdന്റെ ആപ്ലിക്കേഷൻ വിളിച്ചു. അപ്പൊ അപ്പൊ വീട്ടുകാർ പറഞ്ഞു, മോനെ, ഇത് പഠിച്ചോണ്ട് ഈ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയെങ്കിലേ നമുക്ക് പഠിത്തം കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കുറച്ചു കാലം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഈ MEdന് പോകണമെന്ന് തോന്നിയാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് മടിയാവും. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും പഠിച്ചോളൂ എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ടീച്ചർ എന്തായാലും മാറുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇടയ്ക്ക് ശനിയും ഞായറും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വരുമോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ ടീച്ചറെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോവുക. പിന്നെ ട്യൂഷൻ വീട്ടിൽ അത്യാവശ്യം കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് CBSE സ്കൂളിലെ 8, 9, 10 അങ്ങനെയുള്ളവർക്ക് ഫിസിക്സും കെമിസ്ട്രി മാത്സും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ സ്കൂളുകളിൽ പിന്നെ കുട്ടികളെ വിളിച്ചെടുത്തി പിന്നെ ശനി ഞായറും വരില്ല എന്ന് തന്നെ പറഞ്ഞ് പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ MEdന് ശേഷം ടീച്ചർ വീണ്ടും വിളിച്ചപ്പം എനിക്ക് ഈ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ MEdന് പോയപ്പോഴാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോഴാണ് അവിടുത്തെ സാറുമാർ പറഞ്ഞത്, ഈ അൺഎയ്ഡഡ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് എപ്പോഴും ഒരു ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് അല്ല എന്ന് പറഞ്ഞു. കാരണം അൺഎയ്ഡഡ് സ്കൂളിലെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് അല്ല. അപ്പോൾ അതിന് ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളിൽ പോവുകയാണെങ്കിൽ, കാരണം നമുക്ക് എപ്പോഴും ഗവൺമെന്റിന്റെ സർവീസിൽ കയറുവാണെങ്കിൽ നമുക്ക് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കുവാണെങ്കിൽ അത് നമുക്ക് പ്രയോജനമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രയോജനം ഉള്ളതുകൊണ്ട് മനസ്സിലാക്കിയുണ്ട് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയി. കെമിസ്ട്രിക്ക് അവിടെ ആ സമയത്ത് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ചേർന്നു. ആ കൂട്ടത്തിൽ അപ്പോൾ എനിക്ക് ഉള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ അന്ന് തിങ്കൾ, ബുധൻ, വെള്ളി മാത്രം ഗവൺമെന്റ് സ്കൂളിൽ പോയാൽ മതി. അപ്പോൾ ബാക്കി 3 ദിവസമുണ്ട്. അപ്പോൾ ചൊവ്വായും വ്യാഴവും ശനിയുണ്ട്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, അങ്ങനെയാണ് സാർ ഒരു കാര്യം ചെയ്യും, ബാക്കി ചൊവ്വായും വ്യാഴവും ശനിയും ഇവിടെ വാ, തിങ്കൾ, ബുധൻ, വെള്ളി സ്കൂളിലും പോകണം. അപ്പോൾ അങ്ങനെ ഞാനങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോകാൻ തുടങ്ങി 1 വർഷത്തോളം ഏകദേശം പോയി. അങ്ങനെ 1 വർഷത്തോളം പോയി, ഏകദേശം 2014 അപ്പോഴാണ് ഗവൺമെന്റ് സ്കൂളിലെ സാറന്മാർ പറഞ്ഞത്, സാറേ, അങ്ങനെയാണെങ്കിൽ ഈ അൺഎയ്ഡഡ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് സാറിന് വലിയ ലാഭം കിട്ടത്തില്ല. അങ്ങനെയാണ് അവിടുത്തെ സാറുമാർ, ഗവൺമെന്റ് സ്കൂളിലെ അന്ന് കുറച്ച് സാറുമാർ എന്നോട് പറഞ്ഞു, അവർ ഈ ഗവൺമെന്റ് സ്കൂളിൽ സർവീസിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ വൈക്കം സെന്റർ ആയിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാറ് ഈ ഞായറാഴ്ച ലീവ് കിട്ടുന്ന സമയത്ത് അങ്ങനെയാണ് സാർ ഒന്ന് പോയി നോക്ക്. അങ്ങനെയാണ് എൻട്രൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സാറിന് ബേസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടോപ്പിക്ക് കുറഞ്ഞ സമയം, ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് അന്ന് ക്രാഷിന്റെ പ്രോഗ്രാമിനെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ക്രാഷിന്റെ പ്രോഗ്രാം ഒരു ചെറിയ ചാപ്റ്റർ എങ്ങനെയാണ് ലിമിറ്റഡ് ടൈം കൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതുകൊണ്ട് സാർ അതൊന്ന് ട്രൈ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, ജോയിൻ ചെയ്തു. വൈക്കം സെൻറ്റർ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവിടുന്ന് വൈക്കം സെൻറ്റർ ഉണ്ടായിരുന്നു, പിന്നെ മൂവാറ്റുപുഴ സെൻറ്റർ ഉണ്ടായിരുന്നു, പെരുമ്പാവൂർ സെൻറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 സെൻറ്ററുകളിൽ ഈ ക്രാഷ് എടുക്കാൻ വേണ്ടി ആ സമയത്ത് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് സ്കൂളുകളിൽ പോകുന്നതിനേക്കാളും
ബാക്കിയുള്ള പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാക്കുന്നതാണ് എൻട്രൻസ് കോച്ചിങ് സെന്റർ മനസ്സിലായി. കാരണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് കൂടുതൽ പഠിപ്പിക്കുകയും ചെയ്യാം, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കാരണം ആ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, കാരണം വീട്ടുകാരെ ഇത്രയും നാളും ബുദ്ധിമുട്ടിച്ചു. ഇനി നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ, കാരണം നമ്മളായിട്ട് ഏൺ ചെയ്യുവാണെങ്കിൽ നമുക്കത് നല്ല ലാഭമാണെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്നാ പിന്നെ ആ എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് തന്നെ പിന്നെ അങ്ങ് പോകുന്നു. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ അവർക്കും എന്റെ ക്ലാസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലെ, അപ്പോഴേക്കും ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ ആയപ്പോഴേക്കും, പിന്നെ അടുത്ത ഇതായപ്പോൾ ജൂൺ ആയപ്പോഴേക്കും അവിടെ വേക്കൻസിക്ക് ആൾ വന്നു. ആ വേക്കൻസിയിലോട്ട് ആൾ വന്നപ്പോഴേക്കും അവിടുന്ന് പറഞ്ഞുവിടാൻ അവർക്ക് ചെറിയ മടിയാണ്. പക്ഷേ ഗവൺമെന്റ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് മാറാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മാറാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഫുള്ള് ആ എൻട്രൻസ് സ്കൂൾ അങ്ങ് വിട്ടിട്ട് ഫുള്ള് എൻട്രൻസിലേക്ക് അങ്ങ് തിരിഞ്ഞു. അപ്പോൾ അങ്ങനെ എൻട്രൻസിലേക്ക് തിരിഞ്ഞ് അവിടെ എൻട്രൻസിലെ റെഗുലർ ബാച്ചുകളിലൊക്കെ ക്ലാസ് എടുത്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ദൂരം ഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്ക് അധികം ട്രാവൽ ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഒത്തിരി ദൂരം, കാരണം രാവിലെ വൈക്കത്തിന് പോകണം, വൈക്കത്തും തിരിച്ചു വരണം. ചിലപ്പോൾ ക്ലാസ് മൂവാറ്റുപുഴ ആയിരിക്കും, മൂവാറ്റുപുഴയും തിരിച്ചു വരണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം പെരുമ്പാവൂരായിരിക്കും. അപ്പോൾ ഒരു ദിവസം മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പെരുമ്പാവൂർ. അപ്പം അങ്ങനെ വന്നപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് നല്ലതായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എങ്ങനെയാലും ഒന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നലുണ്ടായി. ആ സമയത്താണ് നമ്മുടെ ഇവിടെ കെമിസ്ട്രിക്ക് അന്ന് ഉണ്ടായിരുന്ന ദീപു എന്ന് പറഞ്ഞ സാറ് ഞങ്ങളുടെ നൈബറാണ്. അപ്പൊ ആ സാറ് പറഞ്ഞു, സാറേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാലാ സെന്ററിലായിട്ട്, സാർ ബ്രില്യൻ്റ് എന്ന് കേട്ടിട്ടില്ലേ, അപ്പൊ നമ്മൾ ഈ +2 പഠിക്കുന്ന കാലത്ത് തന്നെ പല കുട്ടികളും ഈ +2 കഴിഞ്ഞ് ബ്രില്യനിലേക്ക് പോകണം, അങ്ങനെ മെഡിസിനിലേക്ക്. അപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഈ മെഡിസിനേക്കാളും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നേഴ്സിംഗ്. അപ്പൊ അന്ന് നേഴ്സിംഗിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം നമ്മുടെ ഈ പാലയിലേക്ക് ഈ മെഡിസിൻ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും. അപ്പൊ എനിക്ക് പേടിയാണ്, കാരണം അത് ഇതുപോലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും വാർത്ത വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ റാങ്ക് കിട്ടി. അപ്പൊ ഇതുപോലെ ഹയർ ലെവലിലോട്ടുള്ള സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ അതിലും വരെ ഹയർ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ചെറിയ പേടി തോന്നി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. എന്നാലും എന്നോട് 2014 അവസാനമായപ്പോൾ ദിവസം വീണ്ടും പറഞ്ഞു, ഇങ്ങനെ ഓടി നടന്ന് പിന്നെയും ഹെൽത്ത് പിന്നെയും ഇഷ്യൂ ആവും, എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് വന്ന് നോക്ക്, ക്ലാസ് കിട്ടി ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ അവിടുത്തെ വിടണ്ട, ഇവിടുത്തെ ക്ലാസ് കിട്ടി ഒന്ന് എടുത്തു നോക്ക്, അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാമെന്ന് പറയും. ഓക്കെ, അങ്ങനെ തീരുമാനിച്ച് 2015 ഞാൻ ബ്രില്യനിലേക്ക് വരുന്നത്. അപ്പോൾ 2015 ജൂൺ 19 എനിക്ക് തോന്നുന്നു. ജൂൺ 19 സാറിനെ കണ്ടു. അപ്പോൾ സാർ പറഞ്ഞു, സാറിന് ഞങ്ങളിപ്പോൾ ഇന്റർവ്യൂ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ജോർജ് സാറിനെയാണ് കണ്ടത്. അപ്പോൾ ജോർജ് സാർ പറഞ്ഞു, ഇന്റർവ്യൂ അല്ല, സാറിനെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കുട്ടികളിലേക്ക് വിടുവാണ്. അപ്പോൾ കുട്ടികൾ തീരുമാനിക്കും സാർ അവിടെ നിൽക്കണോ പോകണോ എന്ന് കുട്ടികളാണ് തീരുമാനിക്കുക. അപ്പോൾ സാറ് ഒരു ടോപ്പിക്ക് പറഞ്ഞ് മേളിൽ പ്രോസസ് റൂമിൽ ചെന്ന് അവിടുന്ന് ഒരു ടോപ്പിക്ക് എടുത്തോളുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എന്നെ ഓർഗാനിക് പഠിപ്പിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ട് ഓർഗാനിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബാക്കിയുള്ള സെന്ററിൽ ഞാൻ എല്ലാ ചാപ്റ്ററും എടുക്കും, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഓർഗാനിക് പറഞ്ഞു കൊടുക്കണം. കാരണം അന്നോട്ടെ എല്ലാ കുട്ടികളും പറഞ്ഞതാണ് ഓർഗാനിക് പഠിക്കാൻ പാടാണ്. അപ്പൊ ഞാൻ ഓർഗാനിക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. അപ്പൊ എനിക്ക് അതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമുള്ളതും ഓർഗാനിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ ഞാൻ ടോപ്പിക് എടുക്കാം, റിയാക്ഷൻ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എടുക്കാം. അങ്ങനെ സാറ് ചെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ മേളിലെ പ്രോസസ് റൂമിൽ ചെന്ന് ടീച്ചർ പറഞ്ഞു, ടീച്ചറെ എനിക്ക് റിയാക്ഷൻ മെക്കാനിസം കിട്ടുമെന്ന്. അപ്പം ടീച്ചർ പറഞ്ഞു, സാറേ അത് ആദ്യം കയറിപ്പോയി, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് റിയാക്ഷൻ മെക്കാനിക്സ് ഒരുമാതിരി എല്ലാ ക്ലാസ്സുകളിലും ആയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ആൽക്കഹോൾ ഫിനോൾസ് ചാപ്റ്ററാണ് എനിക്ക് കയറാവുള്ളത്. അങ്ങനെയാണ് സാറ് അതൊന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ചു, ടീച്ചറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വന്നോട്ടെ എന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോരെ. അപ്പം ഞാൻ ആദ്യമായിട്ട് വരുന്നത് അതിനുശേഷം 2-3 മാസത്തിന് ശേഷം വീണ്ടും വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബോർഡിൽ ഇങ്ങനെ നമുക്ക് പേരൊന്നുമില്ല. അപ്പൊ എന്റെ പേര് അരുൺ അവിടെ കിടപ്പുണ്ട്. കാരണം നമ്മൾ അവിടെ സ്ഥിരമായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോഡൊക്കെ കിട്ടുള്ളൂ, കാരണം ഫുൾ ഇങ്ങനെ കോഡൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ അപ്പൊ എന്റെ ക്ലാസ് നോക്കിയപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഇ എന്ന് പറഞ്ഞൊരു ബാച്ചാണ്. അപ്പൊ അന്ന് ഇവിടെ ഈ ബാച്ച് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ എറണാകുളത്താണ് എയും ബിയും, നമ്മുടെ കൊട്ടാരത്തിലാണ് സി, പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി തൊട്ടാണ് നമ്മുടെ പാലയിൽ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഈ ബാച്ചിലേക്ക് ഞാൻ ആദ്യം കയറി. അപ്പൊ ഈ ബാച്ചിലോട്ട് ഞാൻ ആദ്യം ഈ മെറ്റീരിയലൊക്കെ ആയിട്ട് ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ക്ലാസ്സുകളിൽ നമ്മൾ മാക്സിമം, ഞാൻ അന്നേ സ്കൂളിൽ പോയ ചെറിയ സ്കൂളായിരുന്നു, അവിടെ 15-20 കുട്ടികളെ ഉള്ളൂ. ഗവൺമെന്റ് സ്കൂളിൽ പോയപ്പോൾ ഒരു 30-35 കുട്ടികൾ. അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച ഞാൻ പിന്നീട് ഇങ്ങോട്ട് ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ 90 കുട്ടികൾ ഇങ്ങനെ മുമ്പിലിരിക്കുന്നു.
അപ്പൊ തന്നെ നമ്മൾ പേടിച്ചു പോയി, ആദ്യത്തെ പേടി. അന്നപ്പോഴാണ് നമ്മുടെ മനസ്സിലായി നമ്മുടെ ലെക്ചർ സ്റ്റാൻഡ്. അപ്പൊ ഞങ്ങൾ പണ്ട് അതിനെ കളിയാക്കി വിറതാങ്ങി എന്ന് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് ശരിക്കും മനസ്സിലായത് അന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് അത് വിറതാങ്ങി. കാരണം വിറയിൽ വരുമ്പോ ഒന്ന് താങ്ങി പിടിക്കാനുള്ള സാധനം. നമ്മളെ നോക്കി അത്രയും സ്റ്റുഡൻസ് ഇങ്ങനെ അപ്പൊ നമ്മൾ നോക്കി അതിലോട്ടൊന്ന് കയറി പിടിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വിറയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് വിറതാങ്ങി എന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്, ചുമ്മാ കളിയാക്കി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ തന്നെ അനുഭവിച്ചു. കാരണം ഇത്രയും 90 കുട്ടികൾ ഇങ്ങനെ നമ്മുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുക, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തന്നെ പറയാൻ പേടിയായി, ടെൻഷൻ എല്ലാം കൂടെ കയറി. ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കയറി ടെൻഷൻ, ഇത്രയും കുട്ടികളെ കണ്ടതിന് ടെൻഷൻ, അത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇരിക്കുന്നതിന് ടെൻഷൻ. അപ്പൊ തന്നെ എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് പോയി, ബ്ലാങ്ക് ആയി പോയി. അപ്പോഴെന്റെ മനസ്സിൽ ആദ്യം വന്നത് എന്റെ പേര് ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഈതർ, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അരുൺ മോഹൻ എന്നാണ് ആദ്യം പറയാൻ മനസ്സിൽ വന്നത്. കാരണം ഇതെല്ലാം ബ്ലാങ്ക് ആയി പോയി. പിന്നെ എന്തൊക്കെയൊന്നും മനസ്സിലൊന്ന് കണ്ണൊക്കെ അടച്ചിട്ട് ഞാൻ ഇതാ എന്റെ പേര് അരുൺ മോഹൻ എന്നാണ്, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആൽക്കഹോൾ ഫിനോൾസ് ഓർഗാനിക്കിന്റെ ചാപ്റ്റർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ആദ്യത്തെ ക്ലാസ് തല്ലി ഓടിച്ചു പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത്രയും കുട്ടികളെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ 2ാമത്തെ ക്ലാസ് കയറി, 3ാമത്തെ ക്ലാസ് കയറി. അപ്പൊ ആ ഒരാഴ്ച അവസാനമായപ്പോഴത്തേക്കും ഒരു ക്ലാസ് തീർന്നു. അപ്പം പിടിച്ചു പറഞ്ഞു, സാറേ നിങ്ങളുടെ ജോർജ് സാറിനെ കുറിച്ച് കണ്ടോളാം പറഞ്ഞു. അപ്പം ജോർജ് സാറിനെ രാവിലെ ഫസ്റ്റ് സെഷൻ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ സാറെ ഉച്ചയാകുമ്പോൾ മതി, കാരണം സാറിന്റെ വാല്യൂഷൻ അവിടെ എടുക്കണം. അതിനുശേഷം സാർ ഉച്ചയാകുമ്പോൾ ജോസ് സാർ വരും, പോയി കണ്ടോളാം പറഞ്ഞു. അപ്പൊ ജോസ് സാറിനെ ഉച്ചയായപ്പോൾ പോയി കണ്ടു. അപ്പൊ സാർ ഒരു ഷീറ്റ് ഇങ്ങനെ കാണിച്ചിട്ട് സാർ ഇങ്ങനെ ഷീറ്റ് നോക്കിയിട്ട് പറഞ്ഞു, സാറേ കുഴപ്പമില്ല, കുട്ടികളെല്ലാം ഒരു 80% മാർക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് സാറിന് ഇവിടെ നിർത്തുവാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലൊരു വലിയ ഒരു ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ 2015 അവസാനമായപ്പോഴേക്കും ഇവിടെ ജോസ് സാർ പറഞ്ഞു, അങ്ങനെ നിന്നോളുക, അങ്ങനെയാണെങ്കിൽ 80%. ഇനിയിപ്പോൾ സാറിന് നോക്കേണ്ട കാര്യം, ഇപ്പൊ സാറിന് കിട്ടിയ മാർക്ക് 80% നല്ല ഹയർ മാർക്കാണ് കുട്ടികൾ തന്നിരിക്കുന്നത്. ഇനി സാർ നോക്കേണ്ടത് ഇതിൽ താഴോട്ട് സാർ പോകുന്നു. താഴോട്ട് സാർ എപ്പോ പോയാലും ഞങ്ങളോട് വിളിപ്പിച്ച് ഞങ്ങൾ സാറിനോട് പറയും, ഇതുപോലെ സാറേ ഫ്ലോപ്പായി പോകുന്നുണ്ട്, അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു വാർത്ത സാറിന്റെ ഭാഗത്തുനിന്ന് കേൾപ്പിക്കരുത് എന്ന് അന്ന് ജോസ് സാർ പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു ബ്രില്യന്റ് ഫാമിലിയുടെ ഭാഗമായത് അങ്ങനെയാണ് അല്ലേ സാർ? ഇപ്പൊ പറയുമ്പം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ എത്ര ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും, നമുക്കത് ആ ഒരു ഭാവനയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. സാർ ആദ്യം ക്ലാസ്സിൽ കയറിയ കാര്യം തൊട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറിന്റെ ഓർഗാനിക്കിന്റെ ക്ലാസ് കേൾക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഫീൽ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ ഓരോരോ റിയാക്ഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം പിള്ളേർക്ക് അത് അത്രയും ഒരു ഗ്രാസ്പ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ പറ്റും. അത് ശരിക്കും സാർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലായി. ദെൻ സാർ ഇപ്പം ഇവിടെ എത്തിയ ആ ഒരു കാര്യം വരെ നമുക്ക് ഇപ്പൊ കേട്ടു. ശരിക്കും ഇപ്പം ബ്രില്യന്റിലെ അനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാമോ, എങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? കാരണം പിന്നീട് അങ്ങോട്ടുള്ള ജേണി എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ബ്രില്യന്റിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ അന്ന് എനിക്കിവിടെ നമ്മൾ ജസ്റ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരുന്ന ഒരു 24 ഏജ് ഉള്ള ഒരാൾ വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ പഠിപ്പിച്ച സാറാണ് മോഹൻ തോമസ് സാറ്, നമ്മുടെ TJ അബ്രഹാം സാറ്. ആ സാറുമാരൊക്കെ ഇവിടെ ഉണ്ട്. കാരണം ഞാൻ MSc കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത സാറാണ് ഈ TJ അബ്രഹാം സാർ. സാറിന്റെ ലാസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. അപ്പോൾ സാർ അവിടെ ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ മോഹൻ തോമസ് സാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഒരു കോൺഫിഡൻസ് തോന്നി, കാരണം എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സാർ, കാരണം അന്ന് MSc ഞാൻ ഡിഗ്രിയും അതേപോലെ തന്നെ MScയും പഠിച്ച SB കോളേജിലാണ്. അപ്പോൾ ആ SB കോളേജിൽ തന്നെ എന്നെ പഠിപ്പിച്ച 2 സാറുമാര് ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് സപ്പോർട്ടിന് 2 ആൾക്കാരെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ, ആ ക്വസ്റ്റ്യൻസിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ അവരെ സമീപിച്ചു. പിന്നെ മത്തായി സാർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു ആദ്യത്തെ സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ. അപ്പോൾ സാറിന് ഒരു സ്റ്റുഡന്റിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി കെമിസ്ട്രിയിലെ ബാക്കി കുറച്ച് സാറുമാർ, അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്ര നാളും പഠിച്ചത് കുറവാണ്, പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത്. കാരണം നമ്മൾ അന്ന് വരെ പഠിച്ച കെമിസ്ട്രി അല്ല നമ്മൾ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ. അപ്പോഴാണ് അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മളിവിടെ ലൈബ്രറി ഫെസിലിറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ നേരെ ലൈബ്രറിയിലോട്ട് ചെന്നു. അപ്പോഴാണ് കണ്ണെത്താ ദൂരത്തോളം ബുക്കുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം കെമിസ്ട്രിയിൽ ബുക്കുകൾ ഉണ്ടോ എന്ന് തന്നെ അപ്പോഴാണ്. കാരണം MSc ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബുക്ക് റെഫർ ചെയ്യും, നോട്ട് എഴുതും, പഠിക്കും, അവിടെ തീർന്നു. മാക്സിമം ഒരു ബുക്ക് അന്നൊക്കെ കേട്ടേക്കുന്ന ഒരു ഫിനാർ എന്ന് പറഞ്ഞൊരു ബുക്ക് മാത്രം, അല്ലെങ്കിൽ ജെറി മാർഷ് എന്ന് പറഞ്ഞ ബുക്ക് മാത്രമേ കേൾക്കാറുള്ളൂ.
ഇവിടെ വന്നപ്പോഴാണ് ഇതിന് മാത്രം കെമിസ്ട്രിക്ക് ബുക്കുകളുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഓരോ ബുക്കുകൾ റെഫർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ, നമ്മുടെ മെറ്റീരിയലിനായിട്ട് റിലേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് കൂടുതൽ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ സിമ്പിൾ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്ന നോട്ടുകൾ മാത്രമേ അല്ലെങ്കിൽ ആ ടെക്സ്റ്റുകൾ മാത്രമേ ഞാൻ റെഫർ ചെയ്യാറുള്ളൂ. ഇപ്പോഴാണ് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് അവർക്ക് കൺസെപ്റ്റ് വായിച്ചാൽ മനസ്സിലാകണം. അപ്പൊ കാരണം ഇപ്പൊ ക്ലാസ് കണ്ടു, ഇപ്പം എക്സ് അല്ലെങ്കിൽ വൈ ആരുടെ ഒരാളുടെ ക്ലാസ് കണ്ടു, കുട്ടികൾക്ക് ആ കാര്യം മനസ്സിലായില്ലെങ്കിൽ അവർക്ക് ആ കാര്യം ഒന്നുകൂടെ വായിച്ചാൽ അവർക്ക് മനസ്സിലാകണം. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാകുന്ന കുറച്ച് ടെക്സ്റ്റുകൾ, ആ ടെക്സ്റ്റുകളാണ് ഞാൻ ഇപ്പോഴും നോക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് കൂടുതൽ റെഫർ ചെയ്യുന്നതും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്രില്ലിന്റെ ഫെസിലിറ്റീസ് എല്ലാം ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സാറുമാരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, അവരെ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായി നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലായി. അങ്ങനെ ബ്രില്ലിലോട്ട് പിന്നീട് ചേരുകയാണ് ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2015 സാറിന്റെ ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരുന്നു. പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവിടെ നിന്നായിരുന്നു പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഈ ഡൗട്ട്സ് ഒക്കെ പിള്ളേർ ചോദിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അപ്പോഴാണ് ശരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്നുള്ളത്. കൂടുതൽ നമ്മൾ കെമിസ്ട്രിയിലേക്ക് കൂടുതൽ ഡെപ്ത് ആയി പോകുന്നത് ഡൗട്ടുകൾ ചോദിക്കുക. അപ്പൊ ഞാൻ കൂടുതലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് കുട്ടികളോട് പറയും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. കാരണം ഇവർ ചോദിക്കുന്ന ഡൗട്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്ന ഇവർക്ക് നമുക്കറിയത്തില്ലാത്തൊരു കാര്യം ഇവർ ചോദിച്ചാൽ അതാണ് നമുക്ക് കൂടുതലും മെച്ചം. കാരണം നമുക്കിപ്പോ കാര്യങ്ങൾ അറിയാം, അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്നാൽ ഇവർ നമുക്കറിയാത്തൊരു കാര്യം ചോദിച്ചാൽ നമുക്കത് കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വായിക്കത്തില്ല. നമ്മളെപ്പോഴാണ് വായിക്കുന്നത് നമുക്ക് ആ സാധനം അറിയത്തില്ല എന്ന് തോന്നുമ്പോഴല്ലേ. അപ്പൊ ഇപ്പൊ നമ്മളോട് ഒരു കുട്ടി ചോദിച്ചു നമുക്കത് അറിയത്തില്ലെങ്കിൽ അങ്ങനെ അന്ന് തൊട്ട് ഇങ്ങനെ കൂടുതൽ കുട്ടികൾ ചോദിച്ച് കൂടുതൽ നമ്മൾ റെഫർ ചെയ്താണ് നമ്മൾ ഇപ്പോഴും പോകുന്നത്. അപ്പൊ ഇപ്പോഴാണേലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലായിട്ട് കുട്ടികൾക്ക് അതിനകത്തുനിന്ന് NCERT ബേസ്ഡ് ആയിട്ട് എന്ത് കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴും അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. പുതിയൊരു ടെക്സ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിനകത്തുനിന്ന് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കും. എന്തെങ്കിലും എക്സ്ട്രാ അവർ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ NCERT ബേസ്ഡ് ആണോ, ആ NCERT ബേസ്ഡ് ആണെങ്കിൽ ഇപ്പോഴും അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ. നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനാണെങ്കിൽ അവരുടെ എക്സാമിൽ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ബേസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം നമ്മൾക്ക് ഇവിടെ ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളാണെങ്കിലും ഇഷ്ടംപോലെ. ബ്രില്ലിയന്റ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ്, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ അവർക്ക് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ലേണിംഗ് ആപ്പ്, അപ്പൊ ഇതിനകത്തൊക്കെയാന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ലേണിംഗ് ആപ്പുകൾ വന്നതിന് ശേഷമാണ് കൂടുതൽ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച സമയത്ത് കുട്ടികൾക്ക് ചോദിക്കാൻ മടിയായിരിക്കും. ചിലർ അങ്ങ് ചോദിക്കില്ല, അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കില്ല. അപ്പൊ മുഖത്ത് നോക്കിയാൽ അപ്പൊ ഡൗട്ട് അല്ലെങ്കിൽ പ്രോസസ് റൂമിൽ വന്നാണെങ്കിലും പല കുട്ടികളും ക്വസ്റ്റ്യൻ ചോദിക്കില്ല, കാരണം അവർക്ക് ഒരു മടിയാണ് എന്തോ. പക്ഷേ ഈ ആപ്പ് വന്നപ്പോൾ അവരെ നേരിട്ട് കാണുന്നില്ല, അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പൊ എന്ത് കാര്യമുള്ള അവരിപ്പോ ആപ്പ് വഴി ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ സോഴ്സുകൾ യൂസ് ചെയ്യാൻ നമുക്ക് ബ്രില്ലിയന്റിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വാല്യൂ ആണ്. കാരണം ഇഷ്ടം പോലെ സോഴ്സ് കുട്ടികൾക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സാറ് ലേണിംഗ് ആപ്പിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഇപ്പൊ ഈ ഓർഗാനിക് പോലുള്ള ഒരു സബ്ജക്ട് എങ്ങനെയാണ് നമുക്ക് വോയിസ് കൊടുക്കുകയാണോ, എങ്ങനെയാണ് അത് കുട്ടികളിലേക്ക് എത്തുന്നത് അവർ ഡൗട്ട് ചോദിച്ചു കഴിയും? കാരണം കുട്ടികളോട് ഞാൻ എപ്പോഴാണെങ്കിലും കാരണം ലേണിംഗ് ആപ്പിനകത്ത് ഏത് സാറുമാരുടെയും ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സാർമാരുടെ ക്ലാസ്സുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഡൗട്ട് തോന്നിയാൽ അവർക്ക് വീണ്ടും ഒന്ന് റെഫർ ചെയ്യാനാണ് ലേണിംഗ് ആപ്പ്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഏറ്റവും നമ്മുടെ ബ്രില്ലിയന്റിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകരുടെ ക്ലാസ്സുകൾ തന്നെയാണ് നമ്മുടെ ബ്രില്ലിയന്റ് ലേണിംഗ് ആപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്നോടൊരു ഡൗട്ട് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇന്നതിനകത്ത് അല്ലെങ്കിൽ മോനെ ഇന്നതിനകത്ത് ആ ചാപ്റ്ററിനകത്ത് ഞാൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വോയിസ് അയക്കുന്നതിനേക്കാളും നല്ലത് ഞാനത് ബോർഡിൽ എഴുതി കാണിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പോർഷൻ കാണും. അപ്പോൾ ആ ഒരു പോർഷൻ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനുശേഷം അത് കിട്ടിയെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയും. അപ്പൊ കുട്ടികളെല്ലാം അത് യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു പോർഷൻ കാണും, എന്നിട്ട് അവരുടെ ഡൗട്ട് ക്ലിയർ ആയി അപ്പൊ തന്നെ സാറേ ഞാൻ അത് കണ്ടു, എനിക്കത് ഇപ്പൊ ക്ലിയർ ആയി എന്ന് പറഞ്ഞ് അവർ മെസ്സേജ് അയക്കും. കാരണം നമ്മുടെ ലേണിംഗ് ആപ്പ് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക്. കാരണം അത് കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ശരിക്കും ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡൗട്ട് ക്ലിയറൻസ്. അപ്പൊ എങ്ങനെയാണ് ഡൗട്ട് ക്ലിയറൻസ് സാർ അതിലൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ് ഡൗട്ട് ക്ലിയറൻസ് വരുമ്പോൾ അത് നമുക്ക് കൂടുതലും നമുക്ക് സമയത്ത് അനുസരിച്ച് ചെയ്തു കൊടുക്കും. പിന്നെ മാക്സിമം വോയിസ് ആയിരിക്കും. കാരണം കുട്ടികൾക്ക് നമ്മളിപ്പോൾ റിയാക്ഷൻ ചോദിച്ചു, അപ്പൊ കുട്ടികൾ ഒരു റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചുമ്മാ അത് എഴുതി കൊടുക്കും.
ഒന്നും മനസ്സിലായില്ല. അപ്പൊ നമ്മളത് വോയിസ് അയക്കുന്നതായിരിക്കും ഏറ്റവും കുറച്ചുകൂടി നല്ലത്. അപ്പൊ നമ്മൾ കണ്ട് മനസ്സിലാക്കാനാണ് നമ്മുടെ ഈ ലേണിംഗ് ആപ്പ്. ഇനി അല്ലാത്ത സമയത്ത് ആപ്പിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് വോയിസ് മാക്സിമം യൂസ് കൊടുക്കും. കാരണം വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നത് അതുമായിട്ട് റിയാക്ട് ചെയ്ത് ഇന്നതുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞാൽ പൊതുവെ പിള്ളേർക്ക് എല്ലാവർക്കും മെക്കാനിസംസ് ഒക്കെ കാണുമ്പോഴാണ് അവർക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ സാറേ, നമ്മളെ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റുഡൻസിന്റെ ഇടയിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം അവരെപ്പോഴും പറഞ്ഞു കേട്ടുള്ളതാണ്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വോളറ്റൈലാണ്, മീൻസ് പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണെന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ സാർ എങ്ങനെയാണ് അവരുടെ ആ ഒരു മെന്റാലിറ്റിയെ സാർ എങ്ങനെയാ ക്ലാസ്സിൽ കൂടി മാറ്റിയെടുക്കുന്നത്? അതൊരു ചാപ്റ്റർ പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറയും, ഓർഗാനിക് പഠിക്കും തോറും മറക്കും തോറും പഠിക്കണം എങ്കിലേ ഓർഗാനിക് കെമിസ്ട്രി ഓർത്തിരിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇപ്പം നാളെ ഒരു എക്സാം, ഞാൻ കുട്ടികളോട് നാളെ ഒരു എക്സാം ഉണ്ട് നിങ്ങൾക്ക്, ഇപ്പോൾ ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ, അതിന്റെ ഒരു എക്സാം ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ തലേദിവസം ഇന്ന് ശരിക്കും അങ്ങ് പഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിന്റെ എക്സാം എഴുതി, തൊട്ടടുത്ത ദിവസം ബേസിക് കൺസെപ്റ്റ് ആയിരിക്കും എക്സാം. പോയി ഹൈഡ്രോ കാർബൺ ഫുൾ അവരുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം അവർ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? ജസ്റ്റ് ആ എക്സാമിന് വേണ്ടി ജസ്റ്റ് ആ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എത്ര മെമ്മറൈസ് ചെയ്യാൻ പോയാലും അത് പെട്ടെന്ന് മറന്നു. അപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങളൊരു കൺസെപ്റ്റ് പഠിക്കുക. ഇപ്പൊ കാർബോക്യാറ്റയോൺ, എന്താണ് കാർബോക്യാറ്റയോൺ എന്നൊരു കൺസെപ്റ്റ് പഠിച്ചാൽ അതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ സ്റ്റേബിൾ ആക്കണമെങ്കിൽ തൊട്ടടുത്തൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ അവർക്ക് ആ ഒരു കൺസെപ്റ്റ് അവർക്ക് കുറച്ചു. അപ്പോൾ കൺസെപ്റ്റേ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാവുള്ളൂ. ശരിക്കും ഒരു കണക്ഷൻ പോലെ, ഒരു കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ ഈ മെക്കാനിസങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ കാണാതെ പഠിക്കാതെ മാത്സ് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, സാറേ അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്ക്. അതായത് കൺസെപ്റ്റ് പഠിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ പറയും, ഇപ്പം ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ക്ലാസ്സിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ അതുപോലെ അങ്ങ് എഴുതാം. ഒരു പേപ്പറിനകത്തോട്ട് അങ്ങ് എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിന് ശേഷം ബുക്ക് അങ്ങ് മടക്കും. എന്നിട്ട് നമ്മൾ തന്നെ അങ്ങ് എഴുതാൻ നോക്കുക ആൻസർ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല മെത്തഡാണ് നിങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കുക. കാരണം നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഓർത്തിരിക്കും നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോഴാണ്. അപ്പൊ കുട്ടികളാണ്, ഞാനിപ്പോൾ ക്ലാസ്സിനകത്ത് ഒരു ചാപ്റ്റർ തീർന്നു, സാർ ഇതെങ്ങനെ സാർ ഇതെല്ലാം കൂടെ ഓർത്തി ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞങ്ങളിത് എന്താ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നു, വീണ്ടും റിവൈസ് ചെയ്യുന്നു, അടുത്ത ക്ലാസ്സിൽ വീണ്ടും. അപ്പൊ നമ്മൾ പഠിക്കുക എഴുതുക. അപ്പൊ അതാണ് ഓർഗാനിക് കെമിസ്ട്രിക്ക് ഏറ്റവും നല്ലത്. നമ്മൾ പഠിച്ച ഒരു കാര്യം വീണ്ടും നമ്മൾ എഴുതിക്കൊണ്ടിരുന്നാൽ അതൊരിക്കലും മറക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്പൊ കുട്ടികളോട് പറയും, പഠിക്കുക, എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. ഇങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നിങ്ങൾ പഠിപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ അത് മാറത്തില്ല. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ അവിടെ കിടക്കും. പിന്നെ അത് ഏത് ഫോമിൽ നിങ്ങൾ കണ്ടാലും നിങ്ങളുടെ മനസ്സിൽ അതുണ്ട്, ഇത് ഇന്നതല്ലേ എന്ന് അവർക്ക് മനസ്സിലാവാൻ പറ്റും. സാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓർഗാനിക് കെമിസ്ട്രി ഇവിടെ പഠിപ്പിക്കും. ബ്രില്യന്റിൽ സാറുമാര് ശരിക്കും ഓരോ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുക മാത്രമല്ല, അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക തന്നെയാണ്. സാർ, ഇപ്പം എല്ലാവരും പുറത്തുനിന്ന് വീക്ഷിക്കുമ്പം അവർക്കെല്ലാവർക്കും അത്ഭുതത്തോടു കൂടി അവർ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ നമുക്ക് 4 ഡയറക്ടേഴ്സ് ആണുള്ളത്. ദെൻ അവർക്ക് അതിനുശേഷം നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് പോകുന്നതായിട്ട് സാറിന് തോന്നിയിരിക്കുന്നത്? കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോർഡിനേറ്റർമാര്, നമ്മുടെ ഡയറക്ടേഴ്സ്, അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കോർഡിനേഷൻ തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഡയറക്ടേഴ്സ് ജോർജ് സാറ്, സ്റ്റീഫൻ സാറ്, സെബാസ്റ്റ്യൻ സാറ്, സന്തോഷ് സാറ്. അപ്പൊ ഇത് സെബാസ്റ്റ്യൻ സാറ് ആയിട്ട് ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിട്ടുണ്ട്. ബാക്കി 3 സാറുമാരുമായിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കോർഡിനേറ്റേഴ്സ് എല്ലാം സർമോൻ സാർ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരും. അപ്പൊ അവര് എല്ലാം, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇവിടെ വരുന്ന സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മളൊരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തൊട്ടടുത്ത ക്ലാസ് ഇപ്പോൾ ഫ്രീ ആണ്. അപ്പൊ ആരും അങ്ങോട്ട് പോകാനില്ല. പക്ഷെ ഈ ബ്ലെൻഡിൽ വന്നിട്ട് ഞാൻ ആദ്യം നോട്ട് ചെയ്തൊരു കാര്യം അതാണ്, ഒരു ക്ലാസ്സിലും 5 മിനിറ്റ് പോലും കുട്ടികൾ വെറുതെ ഇരിക്കുന്നില്ല. എല്ലാ ക്ലാസ്സും എപ്പോഴും എൻഗേജ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർഡിനേഷന്റെ കാര്യം തന്നെയാണ്. കാരണം ഒരു ക്ലാസ് പോലും ഫ്രീ ആയിട്ട് പോകാതെ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് കുട്ടികളെ ഒരുപോലെ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ അധ്യാപകരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഈ കോർഡിനേറ്റർമാരും നമ്മുടെ ഡയറക്ടേഴ്സും അതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. കാരണം അന്ന് ഞാൻ വന്ന സമയത്തെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു 9 വർഷത്തോളമായി. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഒരുപാട് വളർന്നു.
അധ്യാപകരാണല്ലോ, ഒരുപാട് അധ്യാപകരായി. അപ്പൊ ഇവരെ എല്ലാം ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ഇവര് കോർഡിനേറ്റർമാർ അതുപോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിജയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രില്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ 4 ഡയറക്ടേഴ്സും അവരുടെ താഴെയുള്ള നമ്മുടെ 8 കോർഡിനേറ്റർമാരും പിന്നെ നമ്മുടെ സെർമോൻ സാർ അവരെ ഇവരെല്ലാം മെയിനായിട്ടും അവരുടെ ആ ഒരു കോർഡിനേഷൻ തന്നെയാണ് നമ്മുടെ ബ്രില്യന്റിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തന്നെ. അതെ അതെ, എല്ലാവരുടെയും കൂട്ടായ്മ തന്നെ. ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൂട്ടായ്മ തന്നെയാണ്. ആ കൂട്ടായ്മയിൽ എല്ലാവരും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴാണെങ്കിലും 720 എന്ന ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് എത്താൻ കഴിയും. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നു, കാരണം ഫുൾ മാർക്ക്, കാരണം ഇപ്പൊ +2 ആണെങ്കിലും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നീറ്റില് ഒരു ഫുൾ മാർക്ക്, അതിൽ വരെ നമ്മൾ എത്തി. ഇനി അതിന് മേളിലോട്ട് പറഞ്ഞാൽ 721 എന്ന് പറഞ്ഞില്ല, നമ്മൾ 720 നമുക്ക് എത്താവുന്നതിൽ മാക്സ് നമ്മൾ എത്തി. ഇനി നമ്മുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ആ 720 കിട്ടിയ ആൾക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം 4 പേർക്ക് കിട്ടിയെങ്കിൽ നമ്മൾ അടുത്ത വർഷം 40 പേർക്ക് കൂട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്കാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. കാരണം ഓരോ വർഷം കഴിയുന്നതോറും അത് ബ്രില്യന്റിന് പറ്റും, കാരണം ബ്രില്യന്റിന്റെ സിസ്റ്റം അങ്ങനെയാണ്. സാർ, അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് സാറിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫാമിലി എന്ന് പറയുമ്പോൾ വീട്ടിൽ അച്ഛൻ ഒരു ഇലക്ട്രീഷ്യനാണ്. അപ്പൊ വീടുകളിൽ ഇപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഇലക്ട്രീഷ്യനാണ്. അമ്മ അംബിക, അച്ഛന്റെ പേര് മോഹൻദാസ്, അമ്മ അംബിക. അമ്മയ്ക്ക് ചെറിയൊരു ജോലി എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റ് ആയിട്ട്, ചെറിയ കളക്ഷൻ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വൈഫ് കാഞ്ഞിരപ്പള്ളി ആനക്കൽ സ്കൂളിലെ ടീച്ചറായിരുന്നു, +2 ടീച്ചർ ആയിരുന്നു, കെമിസ്ട്രി ടീച്ചർ തന്നെയായിരുന്നു. ഇപ്പം റിസൈൻ ചെയ്തു, അവിടുന്ന് റിസൈൻ ചെയ്തു. ഒരു 10 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. ഇപ്പം അവിടുന്ന് റിസൈൻ ചെയ്തു. ഇപ്പം വീട്ടിലുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ബ്രില്യനിലോട്ട് വരണമെന്നൊരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ബ്രദറുണ്ട്, ബ്രദർ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞാണ്, കുഞ്ഞ് LKG പഠിക്കുന്നു, ധ്വനി എന്നാണ് പേര്. ബ്രദർ പേര് അഖിൽ എന്നാണ് പേര്, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ വൈഫ് നമ്മുടെ ബ്രില്യനിലെ തന്നെ കഴിഞ്ഞ വർഷം A ബ്ലോക്കിലുണ്ടായിരുന്ന ഒരു ക്ലാസ് ടീച്ചർ തന്നെയാണ്. വൈഫ് നിത്യ എന്നാണ് പേര്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ഫാമിലി ഞാനും വൈഫും കുഞ്ഞും ഞങ്ങളൊരു വീട്ടില്, അച്ഛനും അമ്മയും അനിയനും വൈഫും, അത് തൊട്ടടുത്ത് തന്നെ, എല്ലാവരും തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഇത്രയും ആൾക്കാരാണ് ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. ബ്രില്യന്റ് തന്റെ വിജയം ഇനിയും ആവർത്തിക്കട്ടെ. സാറിനും കുടുംബത്തിനും മുന്നോട്ടുള്ള ജീവിതത്തിലേക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.